പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഈ നിയോജക മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലെ യാതനകൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സമീപിച്ചുകൊണ്ട് അത് സമസ്ത മേഖലകളിലും ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും കാർഷിക മേഖലയും മത്സ്യബന്ധന മേഖലയും തീരദേശ നിവാസികള് അങ്ങനെയുള്ള എല്ലാ സമസ്ത മേഖലകളിലെയും ജനങ്ങളുമായി സംവദിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങള് ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും കാലങ്ങളായി മാറി മാറി വിജയിക്കുന്ന UDFന്റെയും LDFന്റെയും MLAമാർ വിജയിച്ചു പോയതിനു ശേഷം നടപ്പിലാക്കാത്തതിനെതിരെ അവരുടെ ഭാഗത്തു നിന്ന് വന്നുള്ള നിർദ്ദേശങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അവരെ സമീപിച്ച സമയത്ത് ഓരോ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാര് ഒരുപാട് വാഗ്ദാനങ്ങളായി നീറുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാലം അത്രയും ഓരോ 5 വർഷക്കാലവും UDFും LDFും ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു പോയിട്ടും ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സംവിധാനത്തിന്, ആ NDA മുന്നണിക്ക് ഈ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ നിയോജക മണ്ഡലത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്കാണ് ഇതിന് സാധിക്കുക എന്ന് പറഞ്ഞ് ഈ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലെ ആളുകള് ഞങ്ങളോട് സൂചിപ്പിച്ച ആ കുറ്റപത്രം ഈ പൂവത്തൂര് സെന്ററിലെ ഈ പൂവത്തൂര് ബസ് സ്റ്റാൻഡിലെ MLAയുടെ മണലൂർ നിയോജക മണ്ഡലം MLAയുടെ ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഈ പ്രതിഷേധ സംഗമത്തിൽ എന്നെ സാക്ഷിയായിരിക്കുന്ന ഈ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളുടെയും അതീവമായിട്ടുള്ള ശോചനീയാവസ്ഥ, ആ അവസ്ഥ ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയോട് പറഞ്ഞ കഥയാണ്. ഇന്നും വീടില്ലാത്ത 10,000-കണക്കിന് ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടില് ഈ നിയോജക മണ്ഡലത്തിൽ അതിലെ ഗുണഭോക്താക്കളായിട്ട് ഇന്നും വീടും സ്ഥലവും ലഭിക്കാത്ത 10,000-കണക്കിന് ആളുകളാണ് ആ റിപ്പോർട്ടിലുള്ളത്. അതുപോലെ തന്നെ റോഡ് വികസനത്തിന്റെ ഭാഗമായി വാടാനപ്പള്ളി തൃശൂർ റോഡിന്റെ വികസനം വാഗ്ദാനങ്ങളിൽ മാത്രമായി ആ മേഖലയിലെ ആളുകളെ സമീപിച്ചപ്പോൾ അവർ ചൂണ്ടിക്കാട്ടിയതാണ്. കാഞ്ഞാണി മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള ഈ പാത, ആ പാതയുടെ വികസനം നടപ്പിലാക്കാതെ അതിന്റെ വീതി കൂട്ടി ഈ പാത ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ഇന്ന് വരെ UDFന്റെ MLAക്ക് സാധിച്ചിട്ടില്ല എന്ന് ഈ മേഖലയിലെ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകളും മറ്റ് യാത്ര ചെയ്യുന്ന ആളുകളും സൂചിപ്പിച്ച കാര്യമാണ്. ഈ റോഡിൽ തന്നെ ഒട്ടനവധി ആളുകളാണ് മരണത്തിന് ഇരയായത്. മണ്ഡലത്തിലെ ഏകദേശം 70ഓളം വരുന്ന SC സെറ്റിൽമെന്റ് സങ്കേതങ്ങളുണ്ട്. ആ സങ്കേതങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് വിജയിച്ചു പോയ UDFന്റെയോ MLAമാർ അല്ലെങ്കിൽ LDFന്റെയോ MLAമാര് ഇന്നേ വരെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് പട്ടികജാതി വികസന വകുപ്പ് അതിന് നേരിട്ട് പോലും ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ ഇന്ന് സാധിക്കുന്ന സമയത്ത് പോലും അതിന്റെ ഗുണഭോക്താക്കളാക്കാൻ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ആളുകളെ അതിന്റെ ഭാഗമാക്കാൻ ഇവിടുത്തെ MLAമാർക്ക് സാധിച്ചിട്ടില്ല എന്ന് എല്ലാ കോളനിയിലും ചെന്ന സമയത്ത് അവർ നമ്മോട് സൂചിപ്പിച്ചു. മണ്ഡലത്തിലെ കാലപ്പഴക്കം വന്ന പ്രധാനപ്പെട്ട പാലങ്ങൾ ഇന്നുമുണ്ട്. ആ പാലങ്ങൾ പുനരുദ്ധീകരിക്കാൻ ഇവിടെ നിന്ന് വിജയിച്ച MLAമാർക്ക് സാധിച്ചിട്ടില്ല. ഒരു പാലം തന്നെ പുതുക്കി പണിയാനെടുത്ത കാലഘട്ടത്തെ കുറിച്ച് അനീഷേട്ടൻ വിശദമായി സൂചിപ്പിക്കും. പെരുവല്ലൂരത്തെ പാലത്തെ കുറിച്ച്. മണ്ഡലത്തിലെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം തീരദേശ മേഖലയിലെ ആളുകളെ സമീപിച്ച സമയത്ത് അവർ പറഞ്ഞതാണ്, ഓരോ 5 വർഷക്കാലവും ഇടതുപക്ഷക്കാരനും കോൺഗ്രസുകാരനും വോട്ട് ചോദിച്ചു വരുമ്പോൾ ശാശ്വതമായ കുടിവെള്ളക്ഷാമത്തിനുള്ള പരിഹാരം കാണുമെന്ന് പറഞ്ഞ് വോട്ട് മേടിച്ചു പോകുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് ഈ ദുരിതത്തിന് പരിഹാരം കാണാൻ ഈ മുന്നണികൾക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്ന്
ഭാരതീയ ജനതാ പാർട്ടിയുടെ വളണ്ടിയർമാരോട് അവരാണ് സൂചിപ്പിച്ചത്. മണ്ഡലത്തിലെ തീരദേശ നിവാസികളുടെ മറ്റൊരു വേവലാതിയാണ് ഇവിടുത്തെ MLA-മാരെ എല്ലാ തവണയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തീരദേശ സംരക്ഷണ ഭിത്തി കെട്ടി ഈ തീരദേശത്തെ സംരക്ഷിക്കുമെന്ന്. ഇന്നും ആ പദ്ധതി നടപ്പിലാക്കാതെ ഉപ്പുവെള്ള ഭീഷണി നേരിടുന്ന തീരദേശവാസികൾ. കർഷകരെ ഒട്ടനവധിയുള്ള നാടാണ് നമ്മുടെ നിയോജക മണ്ഡലം. ആ നമ്മുടെ നാട്ടിൽ നെല്ല് സംഭരണത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഈ സർക്കാരിനോ ഇവിടുത്തെ MLA-മാരായി വിജയിച്ചു പോയ UDF MLA-മാർക്കോ LDF-ന്റെ MLA-മാർക്കോ സാധിച്ചിട്ടില്ല എന്ന് കർഷകർ പറയുന്നു. ചില സ്ഥലങ്ങളിൽ സംഭരിക്കുന്ന നെല്ലിന് സംഭരണത്തിന്റെ പൈസ യഥാസമയം കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ ഇടതുപക്ഷവും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാരും പ്രവർത്തകരും കോൾപ്പടവുകളിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളോട് വോട്ട് മേടിച്ച് പോകുന്നു അല്ലാതെ ഇതിന് പരിഹാരം കാണാറില്ല എന്ന് അവർ പറഞ്ഞു. പ്രളയാനന്തരമുണ്ടായ ഈ കനോലി കനാലിലെ അടിഞ്ഞുകൂടിയിട്ടുള്ള ചളിയും മണ്ണും കെട്ടിക്കിടന്ന് ഇന്ന് മത്സ്യബന്ധന നിവാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം, മത്സ്യം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം. പക്ഷേ ഈ മാലിന്യമെല്ലാം അടിഞ്ഞുകൂടി മത്സ്യമെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മത്സ്യപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് വലിയ വേവലാതിയാണ്. അത് മാത്രമല്ല, വർഷക്കാലങ്ങളിൽ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം വർഷക്കാലങ്ങളിൽ ഈ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിലേക്ക് വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതും ഓരോ വർഷവും ഈ നേതാക്കന്മാരോട് സൂചിപ്പിക്കുന്നു. പക്ഷേ പരിഹാരം കാണുന്നില്ല എന്ന് തീരദേശവാസികൾ ഞങ്ങളോട് സൂചിപ്പിച്ചതാണ്. കൈപ്പറമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് വികസനം ഇന്ന് റീടാറിംഗ് നടത്തിയെന്നല്ലാതെ അവിടെ റോഡ് വീതി കൂട്ടി വികസനം നടപ്പിലാക്കാതെ അവിടെ ഇന്നും ഈ മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞു പോകുന്നു. MLA വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി എന്നല്ലാതെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടില്ല എന്ന് കേച്ചേരി ചൂണ്ടൽ നിവാസികളായിട്ടുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ ചക്കങ്കണ്ടം മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ രീതി നടപ്പിലാക്കാതെ ആ മാലിന്യങ്ങളെല്ലാം ഒഴുകി കനോലി കനാലിലേക്കും പരിസര പ്രദേശത്തേക്കും വ്യാപിക്കുന്നു. കോളിഫാം ബാക്ടീരിയയുടെ കണ്ടന്റ് അടങ്ങിയ കിണറുകളാണ് കുടിവെള്ളം ആ രീതിയിൽ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ആപത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ആ ഒരു വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇന്നേ വരെ ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെ MLA-മാർക്ക് സാധിച്ചിട്ടില്ല. അതിന് തക്കതായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കണമെന്ന് ഈ കുറ്റപത്രത്തിലേക്ക് അവിടുത്തെ ആളുകൾ നിർദ്ദേശം തന്നു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഇന്നും പൊതുശ്മശാനമില്ലാത്ത പഞ്ചായത്തുകളുണ്ട്. പല പഞ്ചായത്തിലെയും ആളുകൾ നേരത്തെ പറഞ്ഞു, കോളനി നിവാസികളായിട്ട് 3 സെന്റ് മാത്രം സ്ഥലമുള്ള ആളുകൾ അവരുടെ ഉറ്റവർ മരണപ്പെട്ടാൽ അന്ത്യകർമ്മം നിർവഹിക്കാൻ പോലും സ്വന്തമായി സ്ഥലമില്ലാത്ത ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, ഇന്നേ വരെ പൊതുശ്മശാനമില്ലാത്ത പഞ്ചായത്തുകൾ, കണ്ണാണശ്ശേരി പാവറട്ടി പഞ്ചായത്ത് പോലെയുള്ള പഞ്ചായത്തുകൾ, ചില പഞ്ചായത്തുകളിൽ പൊതുശ്മശാനമുണ്ട്. പക്ഷേ അതെല്ലാം ഇന്ന് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്ലാസ്റ്റിക് ശേഖരം സൂക്ഷിക്കുന്ന കേന്ദ്രമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പൊതുശ്മശാനം എന്ന നിലയിൽ ആ സംവിധാനം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. കേര കർഷകർക്കും അതുപോലെ തന്നെ മത്സ്യ കർഷകർക്കും വേണ്ടി ഈ നിയോജക മണ്ഡലത്തിൽ ഒരു പദ്ധതി പോലും ആവിഷ്കരിക്കുന്നില്ല എന്ന് കേര കർഷകരായിട്ടുള്ള ആളുകളും മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളും ഞങ്ങളോട് സൂചിപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് ആശുപത്രി അതിന്റെ ആ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല. പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന സംവിധാനമില്ല. മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിലും ഡോക്ടർമാരില്ല. തോന്നുന്ന സമയത്താണ് ഡോക്ടർമാർ പോകുന്നത്. മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയെക്കുറിച്ച് ആളുകൾ സൂചിപ്പിച്ചു. മണ്ഡലത്തിലെ വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഇന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സമ്പർക്കം നടത്തിയ സമയത്ത് അവിടെ വന്ന രോഗികളായിട്ടുള്ള ആളുകൾ ഞങ്ങളോട് സൂചിപ്പിച്ചു. മണ്ഡലത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തിൽ എത്തിക്കാൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇന്നേ വരെ വിജയിച്ചു പോയ LDF-ന്റെയോ UDF-ന്റെയോ MLA-മാർക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങളോട് സൂചിപ്പിച്ചു. മണ്ഡലത്തിലെ കാർഷിക മേഖലയിലേക്ക് കാർഷിക ആവശ്യത്തിന് വേണ്ടി കുടിവെള്ളം എത്തിക്കാൻ ഇന്നും ഒരു
സമഗ്രമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു പോയ UDF-ന്റെയും LDF-ന്റെയും MLA-മാർക്ക് സാധിച്ചിട്ടില്ല എന്ന് കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകൾ സൂചിപ്പിച്ചു. കൊച്ചിൻ ഫോണ്ടിയാർ തോടിന്റെ വികസനം എല്ലാ 5 വർഷക്കാലവും പറയുമെന്നല്ലാതെ അത് നടപ്പിലാക്കാൻ ഒരു പരിശ്രമവും നടപ്പിലാക്കിയില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികൾ ഞങ്ങളോട് സൂചിപ്പിച്ചു. ഈ നിയോജക മണ്ഡലത്തിൽ പ്രൊഫഷണൽ കോഴ്സുകളോട് കൂടിയ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ മണ്ഡലത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ആരംഭിക്കാൻ ഈ നിയോജക മണ്ഡലത്തിൽ 5 വർഷക്കാലം മാറി മാറി വിജയിക്കുന്ന UDF-ന്റെയോ LDF-ന്റെയോ MLA-മാർക്ക് സാധിക്കുന്നില്ല എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങളോട് സൂചിപ്പിച്ചു. വാടാനപ്പള്ളി ബീച്ച് നവീകരണം ഓരോ തിരഞ്ഞെടുപ്പ് സമയത്തും പറയുന്നു എന്നല്ലാതെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു പദ്ധതിയും ആവിഷ്കരിക്കുന്നില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ ആ പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരും ഞങ്ങളോട് സൂചിപ്പിച്ചു. ഏനാമാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പ്രവർത്തനം കാലങ്ങളായി നമുക്കെല്ലാം ഓർമ്മ വയ്ക്കുന്ന സമയത്ത് മുതൽ ആ തൽസ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വലിയ രൂപ ചെലവാക്കിക്കൊണ്ട് താത്കാലിക ബണ്ട് നിർമ്മിച്ചുകൊണ്ടാണ് ഉപ്പുവെള്ളം കടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അഴിമതി നടത്താൻ വേണ്ടി എന്ന് ആ മേഖലയിൽ ആളുകളും കർഷകരും ഞങ്ങളോട് സൂചിപ്പിച്ചു. ഇത്തരത്തിൽ ക്രോഡീകരിച്ച വിഷയങ്ങൾ ഈ ജനസമക്ഷം ഈ നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ടവരും ഈ മേഖലയിലെ കഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ആളുകള് അവരുടെ മനസ്സിലെ വേവലാതി ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള വളണ്ടിയേഴ്സ് ഈ മേഖലയിൽ പോയ സമയത്ത് അവരോട് വേവലാതി പൂർണ്ണം അവതരിപ്പിച്ചതാണ്. അവർ പറഞ്ഞ സമയത്ത് നെഞ്ചുരുക്കിക്കൊണ്ട് പല മേഖലയിലുമുള്ള പ്രവർത്തകരും നമ്മളോട് പറഞ്ഞ സമയത്ത് പല മേഖലയിലും ആളുകൾ പറഞ്ഞത് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് കണ്ണീര് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആളുകളുണ്ട്. കാരണം വീടില്ലാത്ത പാവപ്പെട്ട ആളുകള്, അങ്ങനെയുള്ള കുടിവെള്ളത്തിന്റെ പ്രശ്നം നേരിടുന്ന ആളുകള്, അങ്ങനെ നീറുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകള് അവര് മടുത്തുകൊണ്ട് ഈ രാഷ്ട്രീയ മുന്നണികളായിട്ടുള്ള 2 മുന്നണികളെയും മടുത്തുകൊണ്ട് ഈ വേവലാതികള് ഞങ്ങളെ അറിയിച്ചത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ MLA ഓഫീസിന് മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്.